ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടൊരു കറിയാണേ. എന്നാൽ നമുക്ക് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ചട്ടി ചൂടായേ. ഇതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുവാണേ. ഇതൊന്ന് വറുത്ത് കോരണേ. ആദ്യം ഈ പാവയ്ക്ക വറക്കാൻ പോവാണേ. എണ്ണയിലോട്ടിട്ട് എണ്ണ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ. നമ്മൾ പാവയ്ക്കയിൽ കുറച്ച് ഉപ്പ് ഇടുവാണേ. കുറച്ച് ഉപ്പ് ഇട്ടു. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണേ. ഏകദേശം ഇതാകാറായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഒരുപാട് കരിയണ്ട. അതിൻ്റെ ഒരു ചെറിയൊരു പച്ചിപ്പ് മാറി കിട്ടണം. ചിലതൊക്കെ ആയിട്ടുണ്ട്. ഇത് റെഡിയായ കോരുവാണേ. ഇനി നമുക്ക് ഇതിലോട്ട് കടുകിടാമേ. കടുകിട്ടു. ഉലുവ ഇടുന്നേ. കടുക്, ഉലുവ, കടുക് പൊട്ടിയേ. ഇതിലോട്ട് നമ്മൾ ഒരു സവോള അരിഞ്ഞാണേ. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ഇതെല്ലാം വഴറ്റുവാണേ. ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇടുന്നേ. 3-4 വെളുത്തുള്ളി എടുത്തയാണേ. ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ടെ. അങ്ങനെ ഇച്ചിരി കറിവേപ്പില ചേർക്കുന്നേ. ചെറിയ പച്ചമുളക് 2 ചേർത്തത് കേട്ടോ. ഇതിലോട്ട് ഒരു തക്കാളിക്ക് അരച്ചതാണിത്. അത് ചേർക്കുന്നു. പിന്നെ തക്കാളിക്കയുടെ ഒരു പച്ച ചുവ മാറട്ടെ. അതുവരെ ഒന്ന് ഇളക്കാം. ഇതിലോട്ട് നമ്മൾ ഇച്ചിരി ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നേ. ശകലം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണാണേ. 1 സ്പൂണ് മല്ലിപ്പൊടി. ഇത് നമ്മൾ ഇളക്കുവാണേ. അതിൻ്റെ പച്ച ചുവയൊന്ന് മാറട്ടെ. മുളക് പൊടിയുടെ ആ ഒരു കുത്തലുണ്ടല്ലോ, അതൊന്ന് മാറട്ടെ. ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളമാണേ, വെള്ളം ഒഴിക്കുവാണേ. ചൂടുവെള്ളം ഇരുന്നത് കൊണ്ടങ്ങ് ഒഴിച്ചതാണേ. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് എണ്ണ തെളിയണേ. തിളച്ചു.
ഇവിടെ നമ്മളിനി പുളി പിഴിഞ്ഞൊഴിക്കുവാണേ. കുറച്ച് പുളി ഒഴിച്ചേ. കുറച്ച് ഉപ്പിടുവാണ്. നമ്മൾ പാവയ്ക്ക വറക്കാൻ നേരത്തെ ഉപ്പിട്ടുള്ളല്ലോ. ഈ ഗ്രേവി ആയപ്പം ഇതിന് ചാറിനകത്ത് നമ്മൾ ഉപ്പിട്ടില്ലല്ലോ. ഏകദേശം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടേ. എണ്ണ തെളിഞ്ഞ് ഇതിലോട്ട് നമ്മൾ ഈ പാവയ്ക്ക ഇടുവാണേ. ഇതിൽ കിടന്നൊരു 10 മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കട്ടെ. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കട്ടെ. കാര്യമുണ്ട്, നമ്മളൊന്ന് വറുത്തെടുത്തതേ ഉള്ളല്ലോ. ഒന്ന് ഇതിലൊക്കെ ഈ ഗ്രേവി ഇതൊന്ന് പിടിക്കണമല്ലോ. ഒരു 10 മിനിറ്റ് നേരം കിടക്കട്ടെ. ഇതൊന്ന് അടച്ച് വെക്കുവാണേ. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് തിളക്കട്ട് കിടന്നേ. ഇത് റെഡിയായേ. ഒരു കുറിയ ചാറോടുകൂടി ആയി. ഒരു 10 മിനിറ്റ് നേരമുള്ള ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് കേട്ടോ. അധികം തീ കൂട്ടി വെക്കേണ്ട കാര്യമില്ല. ഇത് റെഡി ആയിട്ടുണ്ടേ. നമുക്കിനി ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റാമേ. കറി റെഡിയായേ. പാവയ്ക്കയുടെ ആ കയ്പൊന്നും അധികം തോന്നുന്നേ ഇല്ല കേട്ടോ. കയ്പൊന്നും തോന്നുന്നില്ല. നമ്മൾ ഇതെല്ലാം ചേർത്ത് ചെയ്തതുകൊണ്ട്. വറുത്ത് കോരുതല്ലയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിയെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ഉണ്ട്. നാളെ വരാം. താങ്ക് യു.